ഇന്നത്തെ നമ്മളെ നോമ്പുതുറ തറവാട്ട് വീട്ടിൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടിപ്പത്തിരിയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ അമ്മ നെയ്ച്ചോറും വെക്കണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ അത്ര എക്സ്പേർട്ട് ഒന്നുമല്ല. പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കും. പിന്നെ എന്തുകൊണ്ടല്ല സമൂസ ഒറ്റയ്ക്ക് ഉണ്ടാക്കണത്. അപ്പോൾ പിന്നെ അത് മാറ്റി പൊളിച്ച് നോക്കിയതാണ്. ഏതായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. മൈദപ്പൊടിയും കൊണ്ട് അപ്പം ചുട്ടെടുത്തപ്പോൾ 1-2 കോളായിട്ടുണ്ടായിരുന്നു. പിന്നെയൊക്കെ ഉഷാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഓരോ പരീക്ഷണങ്ങളിൽ തറവാട്ട് വീട്ടിലോ മാളിക്കുന്നത്തെ വീട്ടിലോ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കഴിക്കാൻ ആളുള്ളതും കൊണ്ടാണ് ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. ഞങ്ങൾ പിന്നെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി അങ്ങനെ ഫസ്റ്റിന് ഷമ്മാമാട്ട് ജ്യൂസും പിന്നെ പിസ്തവെള്ളമൊക്കെ കലക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ ഏറ്റെടുത്ത ജോലിയാണ് നെയ്ച്ചോറ് വെക്കലും ചിക്കൻ കറി വെക്കലും. അങ്ങനെ ഉമ്മ അതൊക്കെ സെറ്റ് ആക്കി. അങ്ങനെ നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഞങ്ങളൊക്കെ നോമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇതാ നോമ്പ് പറഞ്ഞിരിക്കുമ്പോഴാണ് നിയമങ്ങളും മൂച്ചിട്ട് ചൂട്ടുന്നൊരു മാങ്ങ ഇട്ടിക്കണമെന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് വന്നത്. ആകെ ഒരു മാങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ മുറിച്ച് പീസാക്കി എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.